ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ റിൻസി സിസി റോബർട്ട്, CSI ഓൾ സെയിൻറ്റ്സ് ചർച്ച് കളമശ്ശേരിയിലെ സഭാംഗമാണ്. ജേണി ത്രൂ ദി സാംസിൻ്റെ 140-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 79-ാം സങ്കീർത്തനം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 74-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയാണ് 79-ാം സങ്കീർത്തനം എന്ന് വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 9-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സഹായത്തിനായി ദൈവത്തോട് സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ രക്ഷിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകുകയും ചെയ്യുന്നു. എന്തെന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നു. 79-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവരുടെ ദൈവം എവിടെയെന്നു ജാതികൾ പറയുന്നതെന്തിന്? നിന്റെ ദാസന്മാരുടെ രക്തം ചിന്നിയതിൻ്റെ പ്രതികാരം ഞങ്ങൾ കാണുകെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് നാം വായിക്കുന്നു. പീഡനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും മുന്നിൽ നീതിക്കും പ്രതികാരത്തിനുമുള്ള മറുപടിയാണ് ഈ വാക്യം. സങ്കീർത്തനക്കാരൻ ജെറുസലേമിൻ്റെയും ആലയത്തിൻ്റെയും നാശത്തെയും അതിൻ്റെ ഫലമായി ഇസ്രായേല്യരുടെ അടിച്ചമർത്തലിനെയും മരണത്തെയും കുറിച്ച് വിലപിക്കുന്നു. വിജാതിയരുടെ ഇടയിൽ തന്നെ വെളിപ്പെടുത്താൻ അവർ ദൈവത്തെ വിളിക്കുന്നു. തൻ്റെ അധികാരവും നീതിയും പ്രകടമാക്കി തൻ്റെ ജനത്തിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. സർവ്വലോകത്തിനു മീതെ യഹോവയ്ക്കുള്ള സർവാധികാരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ യെരുശലേമിൻ്റെ ശൂന്യതയിൽ വിലപിക്കുകയും തൻ്റെ ജനത്തെ രക്ഷിക്കാനും അവരുടെ ദേശം പുനഃസ്ഥാപിക്കാനും ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നു. യഹോവയെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. ഇസ്രായേലിനെ യഹോവയുടെ ആടുകളായിട്ടും യഹോവ അവരെ പാലിക്കുന്ന ഇടയനായിട്ടും സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നു. വിടുവിത്തൽ സംഭവിച്ചു കഴിഞ്ഞാൽ തലമുറയായി ദൈവത്തെ സ്തുതിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഇത് ദൈവവുമായി ദൈവജനത്തിനുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ വിടുതൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഉണ്ടാകും. ഏത് കഷ്ടതയുടെ നടുവിലും ദൈവത്തെ മറക്കാതിരിക്കുക. യഹോവ തൻ്റെ ജനത്തിനു ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലും വിടുതൽ നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ.